എന്ത് എങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും കൊണ്ടുവരാണ്ട് എഴുതാൻ വിട്ടു. 500 രൂപ പോട്ട് അല്ല പോ. എന്തോന്ന് വെച്ചാ ബാക്കിയുള്ളവർക്ക് ബഹളം ഉണ്ടാക്കിയപ്പോ സ്വയം ബഹളം വെക്കാൻ തുടങ്ങിയ മനുഷ്യനെ ഭ്രാന്തെടുത്തിരിക്കണം. പടാ നമ്മുടെ പോയി അമ്മ വന്നില്ലേ? 5 മണിക്ക് വരും പറഞ്ഞാണല്ലോ. നാളെ 5 മണിക്കായിരിക്കും. ആ അപ്പൊ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അവളെ കൊന്നുകളഞ്ഞ ഫോൺ എടുക്കൂല. ആ ഫോൺ അടിച്ച് പൊട്ടിക്കണം. എടുക്കാൻ പറ്റാത്ത ഫോൺ എന്തിന്? എന്ത് അല്ല, ഞാൻ ഇവിടെ ചിരിച്ചോണ്ടിരിക്കാണ്, കളിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങോട്ട് ചില പോച്ചേ പോ. എന്ത് പോത്തത്? ഇങ്ങനെ പറഞ്ഞ ബാക്കി പറയാൻ വാക്ക് കിട്ടില്ലല്ലേ? അയ്യോ മക്കളെ മനസ്സ് പോവോ? ബാ ബാ. അടിക്കാന്നില്ല മോള് വാ. മക്കളെ വാ വാ. എങ്ങനെ മറ്റാളെ മോളല്ലേ? കേശു വെച്ചു മുടിയാ. കേശു എന്താ അമ്മേ അമ്മ എപ്പോഴും വരും വെച്ചാൽ അച്ഛൻ എങ്ങനെയാണ് ടെൻഷൻ അടിക്കണേ? എന്തിന് എപ്പോഴെങ്കിലും വരുമോ? ഓ വരും, ഇപ്പൊ വരും. എടാ അവള് വരാത്തതല്ലടാ, വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലെന്ന്. അമ്മ ബസ്സിലായിരിക്കുന്നു, ഫോൺ ബാഗിലായിരിക്കും. അതുകൊണ്ട് ഫോൺ എടുത്തിട്ട് ബസ്സിലാണ് വിളിച്ച് പറഞ്ഞൂടെ? അച്ഛൻ എന്തിനാ ലച്ചേച്ചി മുടിച്ചെന്നെ വിളിച്ചേ? കാണാത്തോടെ വിളിച്ചത്. ആണോ? ഞാൻ എപ്പോ വിളിക്കാം. ലച്ചേച്ചേ മുടിഞ്ഞോട്ടോ ഓടി വാ, അല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് വരും. എന്താടാ പറഞ്ഞു വെച്ചോല്ലോ പറഞ്ഞത്? എന്താ വിളിച്ചാ വിളിയേട്ടാൽ അവിടെ തന്നെ നിൽക്കണം, അനങ്ങരുത് കേട്ടാ. അത് തന്നെ, എന്നെ കണ്ടുപിടി. വിളിച്ച ഉടനെ ഇവിടെ എത്തിയില്ലേ? എന്താ കാര്യം? എടാ നിന്റെ അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കണടാ. ഇന്നാണ് ഒരു ദിവസം സൈറ്റിൽ ഞാൻ അവിടെ വിളിച്ച് അവള് എടുക്കണില്ല, ഫോൺ എടുക്കില്ല. അതാകുമ്പോ ഓഫീസിലെ തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എടുക്കാഞ്ഞ്. ഓഫീസിൽ തിരക്കാ? ഓഫീസിൽ തിരക്കാണെങ്കിൽ ഫോൺ എടുത്ത് പറഞ്ഞു തിരക്കാണെന്ന്. അതച്ഛൻ പറയരുത്. ഞങ്ങൾക്ക് ഇതുപോലെ അത്യാവശ്യ സമയത്ത് അച്ഛൻ സൈറ്റിലുള്ളപ്പോ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ടുണ്ട്, അപ്പൊ അച്ഛൻ എടുത്തിട്ടില്ല. അത് കറക്റ്റാണ്. അച്ഛൻ ഞങ്ങളൊരു കാര്യം ഇപ്പോഴേ പറയാം. ഇനി അമ്മ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല, എന്തുകൊണ്ട് വരാൻ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ അമ്മേനെ വഴക്ക് പറഞ്ഞാ ഞങ്ങൾ ഇടപെടും. ഇടപെടുന്ന പറഞ്ഞാൽ കാര്യമായിട്ട് ഇടപെടും. ഓഹോ അങ്ങനെയാണാ? ആഹാ അങ്ങനെയാണ്. എന്ത് പിള്ളേരെല്ലാം ഒരുമിച്ച് ടീമായിട്ട് വരട്ടുന്നത്? ഇവിടെ നിന്റെ അച്ഛൻ ഇരിക്കണടാ. ഞാന് അച്ഛനാണ്. അങ്ങനെ തന്നെ വരട്ടി വെക്കാൻ നോക്കണ്ട. ആരായാലും ഒരു പരിധി വിട്ട് ഓവറായിട്ട് കാണിക്കാനൊന്നും പാടില്ല. ആഹാ അവള് വരട്ടാ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നാ വരട്ട്, നമുക്ക് നോക്കാം. ചേട്ടാ അച്ഛാ ഒരു കാര്യമില്ല, ഇങ്ങനെ ഇടക്കിടന്ന് വിളിക്കാതെ. എന്തിനാണെന്ന് വിളിക്കണേ ഇങ്ങനെ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പിള്ളേർക്ക് എന്ത് പറ്റിയത്? എത്തിയാ? നേരത്തെ വരുന്നോണ്ട് ലേറ്റ് ആയല്ല വരാൻ. ഓ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. എന്ത് എളുപ്പമായിരുന്നു. അമ്മയുടെ ഹസ്ബൻഡ് ഇവിടെ കലിപ്പിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് എവിടെ? അടുക്കളയിലുണ്ട്. വിഷ്ണു കേശു കൂടെ പോയി. അവര് ചേട്ടന്റെ മുറിയിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആണോ? പൊടിച്ചിട്ടുണ്ടോ? ചെല്ലി എന്താ അമ്മ? എന്ത്? അല്ല അവരെ വിളിക്കാൻ പറഞ്ഞ എന്താ? കണ്ടില്ല, അതുകൊണ്ട് വിളിക്കാൻ പറഞ്ഞത്. എവിടെ ബാലു? നേറ്റിങ്ങനെക്കാരോ? ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ എപ്പോഴാ എനിക്ക് വിഷയമല്ലത്. പക്ഷെ വിളിച്ചാ ഫോൺ എടുക്കണം. ഫോൺ കാലത്ത് അയ്യോ ഫോണേ സൈലന്റ് ആക്കിയിട്ട് ബാഗിലിട്ടിരുന്നു. ബസ്സിൽ കയറിയോ പിന്നെ അത് മടിയായിട്ട് എടുത്തില്ല. ബസ്സിൽ ഇറങ്ങിയപ്പോ വിളിക്കായിരുന്നില്ലേ? ഓർത്തിനൊരു വലിയ വിഷയം ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും ഫോണിന്റെ അരയൊക്കെ കിട്ടും. എന്തിത്ര വലിയ ആലോചന? അയ്യോ അത് പറയാൻ തന്നെ പേടിയാണ്. ചിരിച്ചുകൊണ്ട് പറയണം. എന്തോ എന്താടേ ഇതിനെ ജോലി വിളിച്ചു വിട്ടാ? എന്നാ പിന്നെ ഞാൻ കൈകൊട്ടി തുള്ളിച്ചാടി ഇവിടെ വന്നാനെ. അമ്മ ഞാൻ പറയട്ടെ കാര്യം. അതായത് അമ്മയ്ക്ക് പുതിയൊരു കമ്പനിയിലോട്ട് ഓഫർ കിട്ടി. അപ്പൊ അമ്മ എങ്ങനെ അമ്മയുടെ ഇപ്പോഴത്തെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണത്. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമായി, അതല്ലേ? കറക്റ്റ്. എന്തൊരു ബുദ്ധിയൊരു ഒറ്റടിക്ക് കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. അത് പിന്നെ ആരോ മോയ് അച്ഛനെ പോലെ തന്നെ തലക്കകത്തൊന്നുമില്ല. വെറുതെ കാര്യങ്ങൾ ചിന്തിച്ച് സമയം കളഞ്ഞ് പറഞ്ഞേട്ടാ. തലയ്ക്കകത്തൊന്നുമില്ലാന്ന്. എടാ ഭർത്താവിനെ ഒരു വിലയും കൽപ്പിക്കാത്ത എവിടെ വായിക്കണ വില എനിക്ക് ക്യാപിറ്റലിനോട് ഇറങ്ങി. എന്തെങ്കിലും കാര്യം പറ, ചുമ്മാ വലിച്ചിട്ട് പറയാതെ. അമ്മ അച്ഛനെ പോലെ കാര്യം മാത്രം പ്രസക്തമായിട്ട് പറയുമ്പോ എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ട്. കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ എനിക്ക് ആദ്യം കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ എനിക്ക് ആദ്യമേ തരണം.
നിനക്ക് ഞാൻ ആദ്യമേ തരാം. ബഹളങ്ങളൊക്കെ തീർന്നെങ്കിൽ ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കാം. കിടക്കമ്മ. മിക്കവാറും പേരെഴുതിയിട്ട് ഒരു നറുക്കെടുപ്പൊക്കെ വേണ്ടി വരും. നറുക്കെടുപ്പാ? അപ്പൊ സീരിയസ് മാറ്റർ ആണല്ലോ അമ്മ. ഇത് പറഞ്ഞ് തൊലക്കിയല്ല മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യും. ടെൻഷൻ അടിക്കണ്ടല്ലേ? എന്നാ കുറച്ചായിട്ട് പറയാം. ഈ കുട്ടമ്പിള്ളേരെ മോളുണ്ടല്ലോ ഭയങ്കര ഉരുട്ടും പരട്ടുമാണ്. അയ്യാ ശരിയണ്ട. സൂക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഒറ്റ പോകാങ്ങ് പോവും. അല്ല അമ്മ എവിടെ പോകാൻ പോണെന്ന്? തായ്ലാൻഡ്. കൂടെ ഒരാൾക്ക് വരാം. കൂടെ ഒരാൾക്ക് വരാം. കമ്പനി 3 വർഷങ്ങൾക്ക് ശേഷം മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് തരുന്ന ഒരു ടൂർ പാക്കേജാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് അടുത്ത ആഴ്ച കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 20-ാം തീയതി ഇവിടുന്ന് പുറപ്പെട്ട് 5 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് തിരിച്ചു വരും. 3 ലക്ഷം രൂപയാണ് 2 പേർക്ക് വേണ്ടി കമ്പനി തരുന്നത്. എന്ത് അപ്പൊ എന്റെ കൂടെ ആര് വരണം എന്നുള്ളത് നിങ്ങൾ നറുക്കിട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ ഒരു ബ്ലാക്ക് ടീ കുടിച്ചിട്ട് വരാം. അല്ല നറുക്കിട്ടെന്നെ തീരുമാനിക്കണം. അമ്മയ്ക്ക് മനസ്സിൽ ആരെ തോന്നുന്നു വെച്ചാ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ കൂടെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ തന്നെ